ശാരീരിക അവസ്ഥകൾ, അസുഖങ്ങൾ ഒന്നും വകവയ്ക്കാതെ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തി. ഡൽഹിയിൽ കോൺഗ്രസുകാർ ഒരുക്കിയ മഹാറാലിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനുമാണ്. ഇതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ വ്യക്തിപരമായി രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടില്ല. വ്യക്തിപരമായി വിമർശിക്കാൻ രാഹുൽ ഒരിക്കലും തയ്യാറുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തടകുടഞ്ഞ സിംഹമായി രാഹുൽ മാറുന്ന കാഴ്ചയാണ്. കെജ്രിവാളിന്റെ കീഴിലെ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി തുറന്നു കാട്ടി രാഹുൽ. മന്ത്രിതയ കേസുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മദ്യനയ കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യ മുന്നണി സംരക്ഷിച്ചു. പക്ഷെ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ല പ്രശ്നം. അയാൾക്ക് അധികാരമാണ് പ്രശ്നം. ആ അധികാരത്തിൻ്റെ സുഖ ശീതളിമയിൽ അയാൾക്ക് അങ്ങനെ ഇരിക്കണം. ആം ആദ്മി പാർട്ടിയെ കൊണ്ടുവന്നത് BJP ആണ്. ആം ആദ്മി പാർട്ടിയെ വളർത്തിയത് BJP ആണ്. ആം ആദ്മി പാർട്ടിയെ കൊണ്ടുവന്ന് ആം ആദ്മി പാർട്ടിയെ വളർത്തുമ്പോൾ BJPക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ ഡൽഹിയിൽ ഭരണം കോൺഗ്രസിന് നഷ്ടമാകുക. അങ്ങനെ ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ട് ഡൽഹിയിലെ ഇലക്ഷൻ അങ്ങ് നിർത്തി. അത് ക്ലിക്കായി. ചൂലാണ് അവരുടെ ചിഹ്നം. എന്തായാലും പിന്നീട് അരവിന്ദ് കെജ്രിവാളും BJPയും തമ്മിൽ അകന്നു. BJPയും കെജ്രിവാളും അകന്നപ്പോൾ അവർ പരസ്പരം ഏറ്റുമുട്ടി ആരോപണങ്ങളുമായി. ഏറ്റവും ഒടുവിൽ BJP സർക്കാർ ഈ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ തൂക്കിയെടുത്ത് ജയിലിലുമായി. ഡൽഹിയിലെ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരാഴ്ചക്കകം ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷന് ഒരാഴ്ച കൂടി ബാക്കിയുള്ളപ്പോൾ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തിയതോടെ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമാണ്. അരവിന്ദ് കെജ്രിവാളിനെയും BJPയെയും തരിപ്പണമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ജനങ്ങൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. അസുഖം പോലും വകവയ്ക്കാതെ രാഹുൽ ഓടിയെത്തിയത് ശ്രദ്ധേയമാണ്. അസുഖം പോലും വകവയ്ക്കാതെ രാഹുൽ ഓടിയെത്തുമ്പോൾ അതിന് ചില ഘടകങ്ങളുണ്ട്. ഡൽഹി ഭരണം കോൺഗ്രസ് തിരിച്ചുപിടിക്കുക. ഡൽഹി ഭരണം തിരിച്ചുപിടിച്ച് കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വരിക. ഇതൊക്കെയാണ് ഡൽഹിയിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലും മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെട്ടാൽ പഞ്ചാബിലും സ്വാഭാവികമായി ആം ആദ്മി പാർട്ടി ഒന്നുമല്ലാതായി മാറും. കാരണം അവർക്കൊരു ആശയമില്ലെന്ന്, അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ലെന്ന്. അവർക്കുള്ളത് ഈ അഴിമതിക്കെതിരായ പോരാട്ടം നടത്തുന്ന ഒരു സംഘടന എന്ന രീതി മാത്രമാണ്. എന്തായാലും ഡൽഹിയിൽ കൊടുങ്കാറ്റായി രാഹുൽ തരംഗം വീശിയടിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇതുവരെ പറയാത്ത രീതിയിൽ ശക്തമായ ആരോപണങ്ങളും മറ്റും ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തകർപ്പൻ പ്രകടനം ഡൽഹിയിൽ കാഴ്ചവെച്ചു.